ഹലോ. ഇന്നലെ ഞായറാഴ്ചയായിട്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഗസ്റ്റുകളെന്ന് പറയാനൊന്നും പറ്റില്ല, നമ്മുടെ സ്വന്തം ആൾക്കാർ തന്നെയാണ്. അമ്മയുടെ അനിയത്തിമാരായിരുന്നു കേട്ടോ. ഇതാണ് ഒരു അനിയത്തി. മേമയുടെ പേര് സുനിത എന്നാണ്. മേമയും പാപ്പനും അമ്മമ്മേനെ വേറെ മേമയുടെ വീട്ടിൽ നിന്ന് അവരോടേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. ആ പോണ വഴിക്ക് തന്നെയാണ് നമ്മുടെ വീട്. അപ്പോൾ അമ്മമ്മയ്ക്ക് ഉണ്ണിയോളയും കൂടി കാണിച്ചെടുക്കാൻ കരുതിയിട്ട് അവർ വന്നതാണ് കേട്ടോ. പിന്നെ ചേട്ടനൊന്ന് ഞായറാഴ്ച കാരണം ഇപ്പോൾ ചായ കുടിക്കാൻ നോക്കുന്നുള്ളൂ. 12 മണിയൊക്കെ ആവാറായിട്ടാ. അങ്ങനെ ചേട്ടൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഉണ്ണിയോളുടെ അടുത്തേക്ക് വന്നിട്ടാ. ഉണ്ണിയോളാണെങ്കിൽ പാപ്പൻ്റെ ഓട്ടോറിക്ഷയിൽ കയറി സ്ഥലം പിടിച്ചിട്ടുണ്ട്. ഇവർക്ക് മൂന്നാൾക്കും ഈ ഓട്ടോറിക്ഷ, കാറ് അതിനോടൊരു പ്രത്യേക ഇഷ്ടം കൂടുതലാണ്. പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ കേട്ടാ. മൂന്നാൾ ഓട്ടോറിക്ഷയിൽ കിടന്ന് ചാടി കളിക്കുകയാണ്. ഇവരിനെ നോക്കി നിൽക്കണം കേട്ടോ മേമയും പാപ്പനൊക്കെ. അപ്പോൾ ഇവരിവിടെ ഇരുന്ന് കളിക്കണ നേരം കൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ എഴുതി. പാപ്പ ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മേമേനെ വിളിച്ചപ്പോൾ മേമ പിരിക്കണില്ല പറഞ്ഞു. അപ്പോൾ അമ്മമ്മയുടെ കൂടെ ഞാനും ഉണ്ണിമായും കൂടിയിട്ട് ഇരുന്നത്. ചിക്കൻ കറി ഉണ്ടായിരുന്നു, തൈരുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, നമ്മുടെ ചെറുപയർ മുളപ്പിച്ചത് അതാണ് കേട്ടോ ഇന്നത്തെ ഉപ്പേരി, ചോറ്, പിന്നെ ഇന്നലത്തെ അയിലക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അത്രയുള്ള സ്പെഷ്യല്. അതൊക്കെ കൂട്ടി ചോറിനിട്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്തനൊക്കെ പറഞ്ഞിട്ടാണ് ടെൻച്ചത്. ഫുഡ് അടി കഴിഞ്ഞപ്പോൾ നമ്മൾ വേഗം ഉണ്ണിയോളം ഉറക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അടുത്ത ഗസ്റ്റുകൾ വരുമ്പോഴേക്കും അവരൊന്ന് ഉറങ്ങി എനിക്കും നല്ലതെന്ന് തോന്നി. അങ്ങനെ അവരൊന്ന് ഉറങ്ങി ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ അടുത്ത ഗസ്റ്റുകൾ എത്തിയിട്ടാ. ഇതാണ് കേട്ടോ നമ്മുടെ ഗസ്റ്റുകൾ. നമ്മുടെ വേറെ അനിയത്തിയും മേമയുടെ മോനും മോളും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. മേമയുടെ മോൾക്ക് ട്വിൻസാണ് കേട്ടോ. അപ്പോൾ അവർക്കിപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ടുള്ളൂ. ഉണ്ണിയോളായിട്ട് നമ്മുടെ ഉണ്ണിയോളിനെയൊക്കെ കാണാനായിട്ട് വന്നതാണ്. കുറേ നാളായി ഉണ്ണിയോളെ കണ്ടിട്ട്. അപ്പം അങ്ങനെ വന്നതാണ്. ഇവരിന്ന് ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയിട്ട് ഇവരോടേക്ക് പോകാൻ പ്ലാൻ ഇട്ടിരിക്കുന്നു കേട്ടോ. അപ്പോഴേക്കും പിന്നെ ഇവർ വന്നു. ഉണ്ണിയോളാണെങ്കിൽ നമ്മളെ കണ്ടപ്പോൾ എന്തും വിട്ടിട്ടാണ് നോക്കണത്. വലിയ ചിരിയൊന്നുമില്ല, ഇടയ്ക്കൊരു ചിരി മാത്രമേ പാസ്സാക്കണുള്ളൂ രണ്ടാളും. അവൾക്ക് 2 ആൺകുട്ടികളാണ് കേട്ടോ. അൻവിത്, അങ്കിത് എന്നാണ് പേര്. ഇതാണ് അൻകിത്, അക്കു എന്നാണ് വിളിക്കുക. അൻവിതിനെ വിധു എന്നാണ് വിളിക്കുക. നമ്മുടെ റിലേഷനിൽ ഇപ്പോൾ 3 വീട്ടിലാണ് ട്വിൻസ് ഉള്ളത്. അമ്മയുടെ ചേച്ചിയുടെ മോൾക്ക് ട്വിൻസാണ്, പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ട്വിൻസാണ്, അമ്മയുടെ അനിയത്തിയുടെ മോൾക്ക് ട്വിൻസാണ്. അങ്ങനെ ഇപ്പോൾ 3 വീട്ടിലെ ട്വിൻസ് ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പ്രതീക്ഷയിലാണ് ഇനി ഏത് വീട്ടിലാവും അടുത്ത ട്വിൻസ് വരിക എന്നുള്ള കാത്തിരിപ്പിലാണ്. അങ്ങനെ ചേട്ടൻ ഉണ്ണീനെ എടുത്ത് കളിപ്പിക്കുമ്പോൾ ഇവൻ കരയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ചേട്ടനെ കളിയാക്കുന്നുണ്ട്. അയ്യേ ഉണ്ണിക്ക് ചേട്ടനെ ഇഷ്ടമായില്ല എന്നൊക്കെ പറഞ്ഞിട്ടാ. പക്ഷെ ഇവൻ എന്താണാവോ ചേട്ടൻ്റെ അടുത്ത് തീരെ സെറ്റാവണില്ല. ഇതാണ് കേട്ടോ വിധു. ഇവനും കുറച്ച് സൈലൻ്റ് തന്നെയാണ്. ഞങ്ങളതിനൊന്നും പരിചയമില്ലാത്തതാണോ എന്ന് തോന്നുന്നു. എന്താണോ ഭയങ്കര മൂഡ് ഓഫിലായിരുന്നു. സുട്രു പിന്നെ ഇവർ വരുമ്പോഴേക്കും എണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തേജുവിനും നനുവിനും പിന്നെ വിളിച്ചിട്ട് എണിക്കുന്നുണ്ടായിരുന്നില്ല. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ അമ്മ എല്ലാവരും കൂടി ഒന്ന് കൂടണത്. അപ്പം പിന്നെ എല്ലാവരും ഉമ്മാർ തന്നെ ഇരുന്ന് വീട്ടിലെ വിശേഷങ്ങളും ഉണ്ണിയോളെ പറ്റിയിട്ടൊക്കെയുള്ള കഥ പറച്ചിലാണ്. അപ്പോഴേക്കും നമ്മുടെ തനുമോളെ എണിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തനുമോൾ ഇവിടെ എന്താ സംഭവിച്ചിട്ടാണ് കേട്ടോ നോക്കണത്. അവൾ ഉറക്കമത്തിലായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ തേജു എണിച്ചിട്ടുണ്ട്. തേജു ഇത് എന്താണ് ഇവിടെ നിറച്ച ആൾക്കാരാണല്ലോ എന്നുള്ള പോലെ നോക്കണേ. കുറച്ച് നേരം ഇരുന്നപ്പോൾ അവരൊക്കെ ആയിട്ടാ. അവർ പിന്നെ ഉണ്ണിയോളായിട്ട് നല്ല കളിയിലായിരുന്നു. ഇവർ വിളിക്കുക ഉണ്ണിയോളെ അക്കും ഇതൊന്നല്ല കേട്ടാ, അതും ഇതൊന്നാണ് വിളിക്കുക. ഞങ്ങളടക്കം അങ്ങനെ കളിയാക്കിയിട്ട് അങ്ങനെ വിളിക്കുക. അതും ഇത് വന്നിട്ടുണ്ടെന്നാണ് കേട്ടോ പറയുക. ഉണ്ണിയോളെ കണ്ടപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. ഉണ്ണിയോളെ കളിപ്പിക്കണ തിരക്കായിരുന്നു. പിന്നെ അവിടെ ഉമ്മ കൊടുക്കലായി. എല്ലാവരും മത്സരിച്ചുള്ള ഉമ്മ കൊടുക്കല. ഒരു ഉമ്മ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉമ്മ കൊടുക്കലായി ഓരോരുത്തർ പോയിട്ട്. ഇവർ പിന്നെ ഒരാൾ കിടക്കുമ്പോൾ മറ്റാൾ കിടക്കുന്നില്ല കേട്ടോ. മറ്റാൾ അപ്പോഴേക്കും കരഞ്ഞിട്ട് പോയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഉണ്ണി കിടന്നെടുത്ത് നോക്കുമ്പോൾ വേറെ ആൾക്കാരാണ് കേട്ടോ കിടക്കണത്. ഇവിടുത്തെ പിള്ളേർ സ്ഥലം കയ്യേറിയിട്ടുണ്ട്. തീരെ സാമർത്ഥ്യമില്ലാത്ത പിള്ളേരായ കാരണം ഉണ്ണീനെ എണീപ്പിക്കേണ്ടി വരെ വന്നു. ഉണ്ണിയോൾ കരഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മൾ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ കൊടുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആയിട്ടാണ് ഈ തേജ് പോണത് കേട്ടപ്പോൾ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് മിഠായികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വരുമ്പോൾ. അപ്പോൾ അത് പങ്കൊക്കെയായിരിക്കുകയാണ് പാപ്പനും പിള്ളേരും. പാപ്പ ഓരോരുത്തർക്കുള്ള പങ്ക് പിള്ളേരുടെ കൊടുത്തേൽപ്പിച്ചേക്കാട്ടാ. സുട്രൊക്കെ ഇതാ എല്ലാവർക്കും കൊണ്ടുകൊടുക്കണ്ടിട്ടാ. ഇവിടെ ഇപ്പോൾ എന്താ നടക്കണേന്ന് മനസ്സിലാവേണ്ടിരുന്ന് ചിരിക്കുകയാണ് കേട്ടോ ഒരാൾ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും വെയിറ്റ് നോക്കാമെന്ന് പറഞ്ഞ് നിന്നു. അപ്പോൾ വെയിറ്റ് നോക്കാനായിട്ട് പിള്ളേർക്കാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. അവർ ഈ വെയിറ്റ് നോക്കുന്ന സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയാലല്ല നമുക്കൊന്ന് കയറാൻ പറ്റുള്ളൂ. അവരത് നിന്ന് ഇറങ്ങണില്ല. അങ്ങനെ അവരെന്നെ ഒരു വിധത്തിൽ ഇറക്കിയിട്ട് ഞങ്ങൾ വെയിറ്റ് നോക്കിയിട്ടാ. ഞാനിപ്പോൾ ഒരു 48, 49 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ നിൽക്കുന്നത്. ഡെലിവറി കഴിഞ്ഞ ടൈമിൽ ഞാൻ 60 കിലോനായിരുന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഞാനിപ്പോൾ ഈ 48 വരെ എത്തിയത്. അങ്ങനെ വർത്താനം പറഞ്ഞ് കഴിഞ്ഞിട്ട് സമയം പോയത് അറിഞ്ഞില്ല. 4 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ചായ എടുത്തിട്ട് പോന്നു. ഇവരിപ്പോൾ ഇതേ കള്ളപ്പും ചിക്കൻ കറിയും കൂട്ടിയിട്ട് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല കോമ്പിനേഷൻ ആയിരുന്നത്. അപ്പോൾ അതൊക്കെ കൂട്ടി ചായ കുടിച്ചു. ചായ കുടി കഴിഞ്ഞപ്പോൾ അമ്മമ്മയും സ്വന്തമ്മയും ഒക്കെ പോകാൻ നോക്കുകയാണ് കേട്ടോ. അമ്മമ്മ യാത്ര പറയുകയാണ് ഈ കാണുന്നത്. പിള്ളേരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പോകാൻ സെറ്റാവുകയാണ് ആൾ. സ്വന്തമായും പിന്നെ നേരത്തെ തന്നെ മുറ്റത്തിറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ആൾക്ക് പിന്നെ പോകാൻ തിരക്കായി. അങ്ങനെ യാത്ര പറച്ചിലൊക്കെ കഴിഞ്ഞാൽ അവർ യാത്രയൊക്കെ പോയി നിൽക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഓട്ടോറിക്ഷയിൽ ആദ്യം കയറിയിരിക്കണം നമ്മുടെ പിള്ളേരാണ്. പിള്ളേർ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങണില്ല. അവരുടെ കൂടെ പോകാമെന്നാണ് പറയണത്. എന്നിട്ട് ലാസ്റ്റ് ഒരു വിധത്തിൽ അവരെ പിടിച്ചിറക്കി. വിളിച്ചിട്ടൊന്നും വരുന്നില്ല 3 ആളും.
ഇല്ല, അവർക്ക് ഓട്ടോറിക്ഷ നല്ല ഇഷ്ടമാണ്. അത് കാരണം അതിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കണില്ല. അങ്ങനെ ഒരു വിധത്തിലൊരു ബലപ്രയോഗമൊക്കെ നടത്തിയിട്ടാട്ടോ അവരെ പുറത്തേക്ക് ഇറക്കിയത്. പിന്നെ ഇവരധികം നേരം നിന്നില്ല, അവർ വേഗം തന്നെ വണ്ടിയിൽ കയറി പോകാൻ നോക്കുകയാണ് കേട്ടോ ചെയ്തത്. അത് കഴിഞ്ഞ് ഇവരും പോകാൻ നോക്കുകയെന്നാണ് കേട്ടോ പറയുന്നത്. ആ നേരത്തെ നെഗിലും ഇവർക്ക് ഇടിച്ചക്ക വേണം പറഞ്ഞിട്ട് ഇടിച്ചക്ക ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുക്കല്ല, മുറിച്ച് കൊടുക്കുകയാണ് ഷീറ്റിൽ കയറിയിട്ടിട്ട് ചെയ്യണേ. പാപ്പ എന്താ ചെയ്യണത് നോക്കിയിട്ടാണ് കേട്ടോ തേജ് നടക്കണത്. അത് കഴിഞ്ഞപ്പോൾ ഇവർ പോകാൻ ഇറങ്ങിയ നേരത്തെ തേജുവിൻ്റെയും സുട്ടുവിൻ്റെയും ഒക്കെ വണ്ടി ഓടിക്കൽ മത്സരമാണ് കേട്ടോ ഇവിടെ കാണുന്നത്. തേജു പറപ്പിക്കുകയാണ്. തേജു പിന്നെ റൈഡറാണല്ലോ, അപ്പോൾ അവൻ ഭയങ്കര സ്പീഡിൽ ഓടിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വണ്ടി മാറ്റി വേറെ വണ്ടിയിലൊക്കെ ഓടിച്ച് നോക്കി കാണിച്ചു കൊടുക്കണ്ട. ഈ വണ്ടിയാണ് അവനെ കുറച്ചും കൂടി ഓടിക്കാനായിട്ട് ഇഷ്ടം. ഇതാകുമ്പോൾ ഹൈറ്റ് കുറച്ച് ചെറുതാണ്, അപ്പോൾ അവന് കാലിങ്ങനെ വെച്ച് പോകാൻ നല്ല സുഖമാണ്. അപ്പോൾ അവന് നല്ല പ്രാന്താ വണ്ടിയെന്ന് വെച്ചാൽ. അങ്ങനെ ലാസ്റ്റ് പോവാൻ നേരത്ത് തനിമോള് ഇവൻ്റെ ഒക്കത്ത് കയറിയിരിക്കുക. അവൾ പോവുക എത്ര പേരുടെ കൂടെ അങ്ങനെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ സുട്ടുവിനോട് ചോദിക്കുന്നുണ്ട് ഉണ്ണീനെ കൊണ്ടുപോയിട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. സുട്ടു പറയുന്നുണ്ട് വേണ്ട വേണ്ട, ഇത് ഞങ്ങളോടത്തെ കുട്ടിയാന്നൊക്കെയായിട്ട് അവൻ പറയണത്. എന്നാൽ പിന്നെ തനിമോളിനെ നീ ഒന്ന് എടുത്തേന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണിത്. തനിമോളെ അവ എടുക്കണത് കേട്ടാ. എല്ലാവരും ഈ മുറ്റത്ത് നിൽക്കുന്ന തിരക്കിൽ തേജുവിനൊന്ന് കാണാണ്ടായിട്ടാ. തേജുവിനെ കാണാണ്ടായതല്ല, തേജു നമ്മുടെ റൂമിൽ കർട്ടൻ്റെ ഉള്ളിൽ പോയി ഒളിച്ചിരിക്കുക. വിളിച്ചിട്ടാണെങ്കിൽ മിണ്ടുന്നില്ല. അതിനും തേജുവിന് നല്ല അടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കിടന്ന് കരയണതാണ് ഈ കാണുന്നത് കേട്ടോ. ലാസ്റ്റ് അങ്ങനെ പിന്നെ ഇവരും പോകാൻ നോക്കുകയാണ്. ഇവർ യാത്രയൊക്കെ പറഞ്ഞിറങ്ങി കാറിൽ കയറാൻ നോക്കിയിട്ടാ. അന്നേരത്തെ അപ്പോൾ തേജു ടാറ്റൊക്കെ കൊടുക്കാൻ വേണ്ടി ഉഷാറായിട്ട് വന്നു ആൾ. കരച്ചിലൊക്കെ മാറ്റിച്ച് ഇവർ ഇറങ്ങുമ്പോൾ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉണ്ണിയോൾക്ക് പാപ്പ് കൊടുക്കാനുള്ള കാരണമാണ് അവർ വേഗം പോയത്. നമ്മുടെ പിള്ളേരാണെങ്കിൽ ഇവർക്ക് ടാറ്റ കൊടുക്കാൻ സെറ്റായിട്ടാട്ടോ നിൽക്കുന്നത്. നമ്മുടെ മതിലിൻ്റെ സൈഡിൽ കൂടെ ഇവരുടെ കാറ് പോകണമെന്ന് നമുക്ക് കാണാം. അതിനാണ് ഈ വരിയായിട്ട് നിന്ന് ടാറ്റ കൊടുക്കുന്നത്. അപ്പം ടാറ്റ ഒക്കെ കൊടുത്ത് യാത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. Bye.